ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇത് സാധാരണ വളരെ സിമ്പിളാണെന്നാണ് എല്ലാ സ്റ്റുഡൻസിനും തോന്നാറ്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ബോത്ത് ഫൈനലിനും ഇൻ്ററിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇൻ്റർ സ്റ്റുഡൻസിനാണ് ഇതിൽ നിന്ന് വലിയ മാർക്സിനൊക്കെ ചോദിക്കുന്നത്. മാത്രമല്ല ഫൈനൽ സ്റ്റുഡൻസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സെക്ഷൻ 22 ഇതിൻ്റെ സ്കോപ്പ് വരുന്നത്. സോ വാട്ട് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? സെക്ഷൻ 22 ചാർജിങ് സെക്ഷനാണ്. സോ ഇതിൽ പറയുന്നത് എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. സോ the annual value of property consisting of any buildings or lands appurtenant thereto. അതായത് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ. ഈ ആനുവൽ വാല്യൂ എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ, ഈ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ പെടും? ബിൽഡിങ്സും അതിൻ്റെ കൂടെയുള്ള ലാൻഡ്സ്. ഈ ലാൻഡ്സ് അപ്പർട്ടനൻറ്റ് thereto എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അതായത് ബിൽഡിങ്ങിൻ്റെ കൂടെയുള്ള അനുബന്ധമായിട്ടുള്ള ലാൻഡ്സിനാണ് നമ്മൾ ലാൻഡ്സ് അപ്പർട്ടനൻറ്റ് thereto എന്ന് പറയുന്നത്. സോ ഈ ബിൽഡിങ്സും ലാൻഡ്സും ഉൾപ്പെടുന്ന പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ആണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം അസസി. മാത്രമല്ല ഈ ഓണറായിട്ടുള്ള അസസി ഈ ഒരു ബിൽഡിംഗ് ഉപയോഗിക്കുന്നത് ബിസിനസ്സിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ ആയിരിക്കരുത്. അതായത് അവരുടെ ഒരു പ്രൊഫഷനോ ബിസിനസ്സിനോ വേണ്ടി ഉപയോഗിക്കാത്ത ഒരു ബിൽഡിങ്ങിൻ്റെ ആനുവൽ വാല്യൂ ആണ് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു അസസി ഒരു ബിൽഡിംഗ് പ്രോപ്പർട്ടിയുടെ ഓണറാണെങ്കിൽ ആ ബിൽഡിംഗ് പ്രോപ്പർട്ടി ആ അസസി ഓൺ ബിസിനസ്സിനോ പ്രൊഫഷനോ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യപ്പെടുന്നത്. Therefore, annual value of building and land appurtenant thereto, of which assessee is owner, not being building used by assessee for own business or profession, is chargeable under the head income from house property. There are different types of house property: self-occupied, unoccupied, let out, deemed to let out. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ പഠിക്കും. അതിന് മുന്നേ എന്താണ് ആനുവൽ വാല്യൂ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടിയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ചാർജ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ആനുവൽ വാല്യൂ? സെക്ഷൻ 23 ആനുവൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. ആനുവൽ വാല്യൂ ഇസ് നത്തിങ് ബട്ട് ദ റെൻറ്റ്. അപ്പോൾ ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ റെൻറ്റിനെയാണ് ഈ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന റെൻറ്റാണ് ഒബ്വിയസ്ലി ടാക്സിന് ചാർജബിൾ ആവുന്നത്. ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ 3 സ്റ്റെപ്സ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യണം. ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂയും കമ്പയർ ചെയ്ത് അതിലത്തെ ഹയർ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഇനി സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 1 കിട്ടിയ വാല്യൂവും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് ഇതിലെ ലോവർ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ നിന്ന് കിട്ടുന്ന, അതായത് സ്റ്റെപ്പ് 2 കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് വിളിക്കും. സ്ക്രീനിൽ ഈ പ്രസൻറ്റേഷൻ ഒന്ന് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2 ആയി. ഇനി സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് 2 കിട്ടുന്ന എക്സ്പെക്റ്റഡ് റെൻറ്റും അതുപോലെ തന്നെ ആക്ച്വൽ റെൻറ്റും കൂടിയാണ് ഈ സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും കൂടി കമ്പയർ ചെയ്തിട്ട് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കൂടുതലാണ്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, ആക്ച്വൽ റെൻറ്റ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ്. അങ്ങനെയാണെങ്കിൽ GAV ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ്. ഈ GAV എന്ന് പറഞ്ഞാൽ ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. സോ വെൻ ആക്ച്വൽ റെൻറ്റ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ്, GAV ഈസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ്. ഇനി ആക്ച്വൽ റെൻറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറവാണെങ്കിൽ അതിലും 2 ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറവായത് ഡ്യൂ ടു വേക്കൻസി ആണെങ്കിൽ, അതായത് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന കാരണമാണ് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറഞ്ഞതെങ്കിൽ GAV അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ ഇസ് ഈക്വൽ ടു ആക്ച്വൽ റെൻറ്റ്. ഇനി ആക്ച്വൽ റെൻറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡ്യൂ ടു അതർ റീസൺസ്, അതായത് വേക്കൻസി അല്ലാത്ത വേറെ റീസൺസ് കാരണമാണ് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറഞ്ഞത് എങ്കിൽ GAV ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റെൻറ്റ്.
നമുക്ക് ഈ ആനുവൽ വാല്യൂ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1-ൽ ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് അതിൽ ഹയർ വാല്യൂ സെലക്ട് ചെയ്തു. ദെൻ സ്റ്റെപ്പ് നമ്പർ 2-ൽ സ്റ്റെപ്പ് 1-ൽ കിട്ടിയ വാല്യൂവും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്ത് അതിൽ ലോവർ വാല്യൂ സെലക്ട് ചെയ്തു. ആ ലോവർ വാല്യൂവിനെ നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്നാണ് വിളിക്കുക. സ്റ്റെപ്പ് 3-ൽ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ GAV ആക്ച്വൽ റെൻറ്റ് തന്നെയായിട്ട് സെലക്ട് ചെയ്യണം. ഇനി ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറവാണെങ്കിൽ, അതും വേക്കൻസി കാരണമാണ് ആക്ച്വൽ റെൻറ്റ് കുറവായത് എങ്കിൽ ആക്ച്വൽ റെൻറ്റ് തന്നെയാണ് GAV ആവുക. അതർ റീസൺസ് കാരണമാണ് ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറവായതെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റാണ് GAV ആയി വരിക. ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. സ്റ്റെപ്പ് നമ്പർ 3-ൽ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു കേസിൽ മാത്രമാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് GAV ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ബാക്കി 2 കേസസിലും ആക്ച്വൽ റെൻറ്റ് തന്നെയാണ് GAV ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ആക്ച്വൽ റെൻറ്റ് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഡ്യൂ ടു അതർ റീസൺസ്. വേക്കൻസി അല്ലാത്ത വേറെ റീസൺസ് കാരണം ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറയുമ്പോൾ മാത്രമാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് നമ്മൾ GAV ആയിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. ആനുവൽ വാല്യൂ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടേംസ് ഒക്കെ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഫെയർ റെൻറ്റ്. റീസണബിൾ റെൻറ്റിനെയാണ് നമ്മൾ ഫെയർ റെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ബൈ ലോക്കൽ അതോറിറ്റീസ് ടു ഡിറ്റർമിൻ ബിൽഡിംഗ് ടാക്സ്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കൽ അതോറിറ്റീസ് ഫിക്സ് ചെയ്യുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ മുനിസിപ്പൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഈസ് ദ റെൻറ്റ് ഫിക്സഡ് അണ്ടർ റെൻറ്റ് കൺട്രോൾ ആക്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടേംസ്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ ഇത് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും. ഇനി വാട്ട് ഈസ് ആക്ച്വൽ റെൻറ്റ്? Actual rent means rent received and receivable but shall not include unrealized rent. അതായത് ആക്ച്വൽ റെൻറ്റിൽ റെൻറ്റ് റിസീവ്ഡും റിസീവബിളും ഇൻക്ലൂഡ് ചെയ്യും. അതായത് കിട്ടാനുള്ളതും അതുപോലെ തന്നെ കിട്ടിയതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ അൺറിയലൈസ്ഡ് റെൻറ്റ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ലോസ്, അതായത് ഇർറിക്കവറബിൾ ആയിട്ടുള്ള റെൻറ്റിനെയാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത്, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. Now let's see some important notes. First one is step 2 is relevant only if standard rent is fixed for the property. Otherwise, step 1 will be expected rent and it will be followed by step 3. അതായത് സ്റ്റെപ്പ് നമ്പർ 2-ൽ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റും സ്റ്റെപ്പ് നമ്പർ 1-ൽ കിട്ടിയ വാല്യൂം തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് അതിലെ ലോവർ എമൗണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇഫ് സ്റ്റാൻഡേർഡ് റെൻറ്റ് ഈസ് നോട്ട് ഫിക്സഡ് ദെൻ സ്റ്റെപ്പ് നമ്പർ 2 ഈസ് ഇറെലവൻറ്റ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 2 എന്തായാലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 2 നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് സ്റ്റെപ്പ് നമ്പർ 1-ൽ കിട്ടുന്ന വാല്യൂ എക്സ്പെക്റ്റഡ് റെൻറ്റായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് GAV കണ്ടുപിടിച്ചാൽ മതിയാവും. ഇനി റൂൾ നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വൽ റെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അൺറിയലൈസ്ഡ് റെൻറ്റ് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റൂൾ നമ്പർ 4 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റൂൾ നമ്പർ 4-ൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് റെൻറ്റ് ഇറിക്കവറബിൾ അല്ലെങ്കിൽ ലോസ് ആയി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ടെനൻസി ഈസ് ബോണഫൈഡ്. അതായത് ടെനൻസി ആ ഒരു റെൻറ്റ് എഗ്രിമെൻറ്റ് ജെനുവിൻ ആയിരിക്കണം. ഇനി സെക്കൻഡ് പോയിൻ്റ് ഇസ് ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഷുഡ് ഹാവ് വെക്കേറ്റഡ് ദ പ്രോപ്പർട്ടി ഓർ ഇഫ് റീസണബിൾ സ്റ്റെപ്സ് ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ്. അതായത് ഈ ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് അല്ലെങ്കിൽ ഈ റെൻറ്റ് തരാത്ത ഈ വാടകക്കാരൻ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ടെനൻറ്റിനെ വെക്കേറ്റ് ചെയ്യാനായിട്ട് അസസി റീസണബിൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരിക്കണം. Next point is defaulting tenant should not be in possession of any other property of assessee. ഈ അസസിയുടെ തന്നെ വേറെ ഒരു പ്രോപ്പർട്ടിയിലും ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇനി നെക്സ്റ്റ് വൺ, അസസി പ്രൂവ് ബിഫോർ AO that he has taken all steps to recover that unrealized rent. അതായത് അസസി അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവർ ചെയ്യാനായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ റൂൾ 4-ലത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. അത് സെക്ഷൻ 23 സബ്സെക്ഷൻ 2-ലാണ് വരുന്നത്.
സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ അസസി ഓൺ റെസിഡൻഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ താമസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടീനെയാണ് സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയാം. അപ്പോൾ സ്വന്തം താമസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് റെൻ്റൊന്നും വരാത്ത കാരണം തന്നെ അതിൻ്റെ GAV നില്ലായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. So next type of house property is unoccupied, which comes under section 23 subsection 2. Unoccupied house property is a residential house that assessee could not occupy due to reason that he is employed elsewhere or carry on business or profession elsewhere and do not own accommodation there. അപ്പോൾ അൺഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ അസസി താമസിക്കാത്ത ഒരു ഹൗസ് പ്രോപ്പർട്ടീനെയാണ് അൺഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് അസസി വേറൊരു സ്ഥലത്തുള്ള ഒരു എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒരു പ്രൊഫഷനോ വേണ്ടിയിട്ട് വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ അസസിക്ക് അക്കോമഡേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ GAV നില്ലായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. The next category is deemed to be let out property. If assessee owns more than 2 houses, he can treat any 2 of them as self-occupied property and claim annual value as nil. അതായത് ഒരു അസസ്സിക്ക് രണ്ടോ രണ്ടിലധികമോ ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും രണ്ടെണ്ണം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മാത്രമല്ല അതിൻ്റെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതൊരു പുതിയ അമെൻമെൻ്റ് ആണ് ആസ് പെർ ഫിനാൻസ് ആക്ട് 2019. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കമ്മിങ് ടു സെക്ഷൻ 23 subsection 5, amended by Finance Act 2019. Property comprising of building and appurtenant land held as stock in trade and is not let during whole or part of previous year. ഹൗസ് പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള കേസാണ് ഈ സെക്ഷനിൽ വരുന്നത്. And the annual value of the property for the period up to 2 years from the financial year end in which completion certificate is obtained is equal to nil. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള കേസസിൽ ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് 2 കൊല്ലം വരെ ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് തൊട്ട് 2 ഇയേഴ്സ് വരെ കൺസിഡർ ചെയ്യുക. ആ ഒരു പീരീഡിൽ ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ കൺസിഡർ ചെയ്യേണ്ടത്. ഈ 2 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടിയെ ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടീസ് നോക്കി അതിലെ GAV എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി. ഇനി അടുത്തത് ഈ ഒരു GAVയിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഡിഡക്ഷൻ ഈസ് മുനിസിപ്പൽ ടാക്സ്. ഇപ്പോൾ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് ഇസ് ഡിഡക്റ്റബിൾ ഓൺ ആക്ച്വൽ പേയ്മെൻറ്റ് ബേസിസ്. അതായത് ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റബിൾ ആവുന്നുള്ളൂ. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രീവിയസ് ഇയർ ടു വിച്ച് ലയബിലിറ്റി ടു പേ ഈസ് റിലേറ്റഡ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മുനിസിപ്പൽ ടാക്സ് കഴിഞ്ഞ വർഷം അടയ്ക്കുന്നതിന് പകരം ഈ വർഷമാണ് അടച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ ഡിഡക്ഷൻ കിട്ടില്ല. അടച്ചിട്ടുള്ള കൊല്ലം, അതായത് ഈ കൊല്ലമാണ് ആ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി സെക്കൻഡ് പോയിൻറ്റ്, ഡിഡക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി പെയ്ഡ് ബൈ അസസി ഹു ഈസ് ദ ഓണർ. അതായത് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ അത് അസസി ഹു ഈസ് ദ ഓണർ ഓഫ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണറായിട്ടുള്ള അസസി അടച്ചാൽ മാത്രമാണ് ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് മുനിസിപ്പൽ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ്, ഡിഡക്ഷൻ ഈസ് നോട്ട് എലിജിബിൾ ഇഫ് പ്രോപ്പർട്ടി ഈസ് സെക്ഷൻ 23 subsection 2. അതായത് സെൽഫ് ഓക്യുപ്പൈഡ് അല്ലെങ്കിൽ അൺഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസ് ആണെങ്കിൽ ഈ മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. ദെയർഫോർ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നാണ് മുനിസിപ്പൽ ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ അത് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പേ ചെയ്യുന്നത് ഓണറായിട്ടുള്ള അസസി തന്നെ ആയിരിക്കണം. മാത്രമല്ല അത് സെൽഫ് ഓക്യുപ്പൈഡ് അല്ലെങ്കിൽ അൺഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിക്ക് അവൈലബിൾ അല്ല. സോ നമുക്ക് GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അപ്പോൾ ഈ നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ആർ 2 ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24. So the first deduction under section 24 is equal to 30% of NAV. That is a standard deduction. NAV കണ്ടുപിടിച്ച് അതിൻ്റെ 30% നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. The next deduction is interest on capital borrowed for acquisition, construction, repair, renovation of property, which is deductible on due basis.
അതായത് ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്റ്റ് ചെയ്യാനോ അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയറോ റിനോവേഷനോ ഒക്കെ വേണ്ടി നമ്മൾ ബോറോ ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റാണ് നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. ആക്ച്വലി പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിലും ഡ്യൂ ബേസിസിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ 2 ഡിഡക്ഷൻസ് ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം NAV. അപ്പോൾ ആദ്യത്തെ ഡിഡക്ഷൻ ഫ്രം NAV ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് NAVയുടെ 30% കണ്ടുപിടിച്ച് ഡിഡക്റ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് ഡിഡക്ഷൻ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്, അത് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first point is that homeowners can claim a deduction of up to 2 lakhs on their home loan interest if the owner or his family reside in the house property. The same treatment applies when the house is vacant. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഒക്യുപ്പൈഡോ അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡോ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ നമുക്ക് അപ് ടു 2 lakhs മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. If you have let out the property, the entire interest on the home loan is allowed as a deduction. ഇനി അഥവാ ഈ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആണെങ്കിൽ എൻറ്റയർ ഇൻട്രസ്റ്റ് ഓൺ ഹൗസ് ലോൺ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. സെൽഫ് ഒക്യുപ്പൈഡോ അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡോ ആണെങ്കിൽ മാത്രമാണ് 2 lakh എന്നുള്ള ത്രഷോൾഡ് വരുന്നുള്ളൂ. ലെറ്റ് ഔട്ട് ആണെങ്കിൽ ലിമിറ്റ് ഇല്ലാതെ തന്നെ ഫുൾ ഇൻട്രസ്റ്റ് പറ്റും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അതായത് പീനൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് പെനാൽറ്റി ആയിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെനാൽറ്റി ഇൻട്രസ്റ്റ് നമുക്ക് ഈ ഡിഡക്ഷനായിട്ട് സെക്ഷൻ 24-ൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഹൗസ് ലോൺ ഡിഡക്ഷൻ അപ് ടു 2 lakhs വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി പറയാൻ പോകുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഈ സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് ഓൺ ഹൗസ് ലോൺ 30,000 വരെയായിട്ട് ചുരുങ്ങും. 2 lakhsന് പകരം നമുക്ക് 30,000 ഇനി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 30,000 അല്ലെങ്കിൽ 2 lakh എന്നൊക്കെ പറയുന്നത് മാക്സിമം ലിമിറ്റാണ്. അപ്പോൾ അതിൽ താഴെയാണ് ശരിക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ ആ ഒരു ലെസ്സർ എമൗണ്ട് തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മാക്സിമം 2 lakhs അല്ലെങ്കിൽ 30,000 ആസ് ദ കേസ് മേ ബി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. So the first point is that the home loan must be for the purchase and construction of a property. അതായത് പർച്ചേസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ കൺസ്ട്രക്റ്റ് ചെയ്യാനോ ആണ് ഹോം ലോൺ എടുക്കുന്നത് എങ്കിൽ മാത്രമാണ് 2 lakhs നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 30,000 ആയിട്ട് അത് ചുരുങ്ങും. Coming to the next point, the loan must be taken on or after 1st April 1999. ഇത് 1st April 1999 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ലോൺ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് 2 lakhs വരെ ക്ലെയിം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 30,000 വരെ ആയിട്ട് അത് ചുരുങ്ങും. And the next point is that the purchase or construction must be completed within 5 years from the end of financial year in which loan was taken. അതായത് ലോൺ എടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് തൊട്ട് 5 yearsനുള്ളിൽ പർച്ചേസോ കൺസ്ട്രക്ഷനോ നടത്തിയാൽ മാത്രമാണ് 2 lakhs, അതായത് പർച്ചേസോ കൺസ്ട്രക്ഷനോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് 2 lakhs നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് 30,000 ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്താലാണ് 2 lakhs നമുക്ക് ത്രഷോൾഡ് കിട്ടുക, അല്ലെങ്കിൽ 30,000 ആകും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പോലും, ഏതെങ്കിലും ഒരു കണ്ടീഷൻ പോലും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും 30,000 ആയിട്ട് ത്രഷോൾഡ് ചുരുങ്ങും. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ 2 lakhs ത്രഷോൾഡ് കിട്ടണമെങ്കിൽ നമ്മൾ പർച്ചേസോ കൺസ്ട്രക്ഷനോ വേണ്ടിയിട്ടായിരിക്കണം ഹോം ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ 1st April 1999 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ആയിരിക്കണം ആ ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ എൻഡ് തൊട്ട് 5 yearsനുള്ളിൽ പർച്ചേസോ കൺസ്ട്രക്ഷനോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് 2 lakhs നമുക്ക് ത്രഷോൾഡ് കിട്ടുക. സോ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ദിസ് ഇൻക്ലൂഡ്സ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഓൾസോ. സോ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് വിച്ച് ഇസ് ചാർജ്ഡ് ഡ്യൂറിങ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷന് മുന്നുള്ള എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ആൻഡ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ടേക്കിംഗ് ലോൺ ആൻഡ് എൻഡ്സ് ഓൺ ഡേറ്റ് ഓഫ് ലോൺ റീപേയ്മെൻറ്റ് ഓർ 31st March preceding the date of completion of construction whichever is earlier. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് തുടങ്ങുന്നത് ലോൺ എടുക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ അത് അവസാനിക്കുന്നത് ലോൺ റീപേയ്മെൻറ്റിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് മുന്നുള്ള 31st March whichever is earlier ആണ്.
സോ ഈ പീരീഡിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ദാറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഇൻ എ ഇയർ ഷുഡ് നോട്ട് എക്സീഡ് 2 lakhs ഇൻ എനി കേസ്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം 2 lakhs ത്രെഷോൾഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. The deduction for this interest is allowed in 5 equal installments starting from the year in which the house is purchased or the construction is completed. സോ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അതും ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസോ കൺസ്ട്രക്റ്റോ ചെയ്തിട്ടുള്ള ആ ഒരു കൊല്ലം തൊട്ട് 5 കൊല്ലം വരെയാണ് നമുക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് യുവർ പ്രോപ്പർട്ടി കംപ്ലീറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2018-19 ഓൺ 25th June 2018, you can claim 1/5 of the interest paid up till 31st March 2018 when you file return for financial year 2018-19. ഇതിൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ജൂൺ 25th 2018 അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഇസ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് അപ്പ് ടിൽ 31st March 2018. 31st March 2018 വരെ അടച്ചിട്ടുള്ള ഇൻട്രസ്റ്റാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. അതിൻ്റെ 1/5 നമുക്ക് 2018-19 ക്ലെയിം ചെയ്യാൻ പറ്റുക. കാരണം പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിൻ്റെ 1/5 എമൗണ്ട് നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷനോ പർച്ചേസോ കംപ്ലീറ്റ് ചെയ്ത കൊല്ലം തൊട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ ഇത്ര നേരം ഡിഡക്ഷനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ ആനുവൽ വാല്യൂവിനെ പറ്റി സംസാരിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്. സോ ഈ കാണുന്ന ടേബിളിലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിലേക്ക് നോക്കുക. ഫസ്റ്റ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതിൽ നിന്ന് പ്രോപ്പർട്ടി ടാക്സസ് അഥവാ മുനിസിപ്പൽ ടാക്സസ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 കുറയ്ക്കുക. അതിലെ ആദ്യത്തെ ഡിഡക്ഷൻ ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വിച്ച് ഈസ് 30% ഓഫ് NAV ആൻഡ് ദ സെക്കൻഡ് ഡിഡക്ഷൻ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പോൾ ഈ 2 ഡിഡക്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിക്ക് എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണണേന്ന് നോക്കാം. The first type of house property is self-occupied or unoccupied. നമ്മൾ നേരത്തെ പഠിച്ച പോലെ GAV is nil and municipal tax is nil. Therefore, NAV is also nil. NAV nil ആയതുകൊണ്ട് തന്നെ standard deduction is also nil. And interest on loan which is taken for acquisition or construction is limited to 2 lakhs. And if it is taken for renovation or repairing or reconstruction, then it is limited to 30,000. ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് ഒക്യുപ്പൈഡ് ഓർ അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. കമ്മിങ് ടു ദ സെക്കൻഡ് കാറ്റഗറി ദാറ്റ് ഈസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആൻഡ് GAV ഈസ് ദ ആക്ച്വൽ റെൻറ്റ് ഓർ എക്സ്പെക്റ്റഡ് റെൻറ്റ് ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ GAV കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് NAV കിട്ടും. NAVയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 കുറയ്ക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതും കുറയ്ക്കുക വിത്തൗട്ട് എനി ലിമിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിത്തൗട്ട് എനി ലിമിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ 2 ഡിഡക്ഷൻസും കൂടി കുറച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇനി തേർഡ് കാറ്റഗറി ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആൻഡ് ലെറ്റ് ഔട്ട് ഫോർ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഇയർ. മീൻസ് ഒരു കൊല്ലത്തിൻ്റെ കുറച്ച് ദിവസങ്ങളിൽ അത് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിരുന്നു, പിന്നെ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഇയറിൽ അതൊരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ ഹോൾ ഇയർ നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പിന്നീട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു കേസിലും നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ സെയിം രീതിയിൽ തന്നെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സെക്ഷൻ 23 സബ്സെക്ഷൻ 4 നമ്മൾ ഡീംഡ് ടു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. സോ അതിന് ഒരു ആക്ച്വൽ റെൻറ്റ് ഉണ്ടാവില്ല, കാരണം അത് ആക്ച്വലി ലെറ്റ് ഔട്ട് അല്ല, പക്ഷെ അതിന് ഡീം ടു ലെറ്റ് ഔട്ട്, അതായത് ലെറ്റ് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ആക്ച്വൽ റെൻറ്റ് ഇല്ലാത്ത കാരണം എക്സ്പെക്റ്റഡ് റെൻ്റാണ് അതിലെ GAV ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ പ്രാക്ടീസ് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആകുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം.
സ്ക്രീനിൻ്റെ താഴെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ദാറ്റ് മാക്സിമം ലോ സെറ്റ് ഓഫ് allowed in a financial year is limited to 2 lakhs and remaining laws can be carried forward to future years, that is 8 years in total. അതായത് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ് വരുന്നതെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അപ് ടു 2 lakhs വരെ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ 2 lakhs വരെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ് ടു 8 years നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. So next we are going to discuss about section 25A, that is arrears of rent and unrealized rent received subsequently. അരിയേഴ്സ് ഓഫ് റെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെൻറ്റ് അണ്ടർ ഡിസ്പ്യൂട്ടിനെയാണ്. അതായത് ഓണറും ടെനൻറ്റും തമ്മിൽ റെൻറ്റിനെ പറ്റി ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഒരു റെൻറ്റ് അരിയേഴ്സ് ഓഫ് റെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് റിക്കവർ ചെയ്യുന്ന ആ ഒരു കൊല്ലത്തിലാണ് അത് ടാക്സബിൾ ആവുക. സോ അങ്ങനെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് റെൻറ്റ് ഈസ് റിസീവ്ഡ് ഓർ റിയലൈസ്ഡ് വെദർ ഓർ നോട്ട് അസസി ഈസ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ദാറ്റ് പ്രീവിയസ് ഇയർ. സോ അരിയേഴ്സ് ഓഫ് റെൻറ്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെൻ്റ് ഒക്കെ ആക്ച്വലി റിസീവ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിലാണ് അത് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ചാർജ് ചെയ്യേണ്ടത്. സോ ഈ അൺറിയലൈസ്ഡ് റെൻ്റ് അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ അസസി ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ കൂടി, അതായത് അസസി ഈസ് നോ ലോങ്ങർ ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ റെൻറ്റ് ഈസ് റിസീവ്ഡ് എങ്കിൽ കൂടി ഈ ഒരു റെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 30% ഈസ് ഓൾസോ അലൗഡ് ഓൺ ബോത്ത്. അതായത് അരിയേഴ്സ് ഓഫ് റെൻറ്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് കിട്ടുന്ന സമയത്ത് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നോട്ട് ഈസ് ദ ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഒക്യുപ്പൈഡ് ഫോർ പാർട്ട് ഓഫ് ഇയർ ആൻഡ് ലെറ്റ് ഔട്ട് ഫോർ റെസ്റ്റ് ഓഫ് ദി ഇയർ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒരു കൊല്ലത്തിൻ്റെ കുറച്ച് സമയം സെൽഫ് ഒക്യുപ്പൈഡ് ആയിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് സമയം അത് ലെറ്റ് ഔട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഫോർ ദ ഹോൾ ഇയർ. അതായത് കുറച്ച് നാൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിരുന്നു എങ്കിൽ കൂടി അതിനെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഫോർ ദ ഹോൾ ഇയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഡിഡക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ടാക്സസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹോൾ ഇയർ ഈസ് അലൗഡ്. അതായത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഫോർ ദ ഹോൾ ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാരണം ഹോൾ ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോണും പ്രോപ്പർട്ടി ടാക്സസും നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. സോ ദി നെക്സ്റ്റ് പോയിൻ്റ് ഈസ് പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, ബാക്കി ഉള്ള ഭാഗം വേറൊരാൾക്ക് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് പാർട്ടിനെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ടും ലെറ്റ് ഔട്ട് പാർട്ടിനെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ടും കൺസിഡർ ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡിഡക്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി യൂസ്ഡ് ഫോർ ബിസിനസ്. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി തന്നെ ഭാഗികമായിട്ട് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഭാഗികമായിട്ട് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ട് ഓഫ് പ്രോപ്പർട്ടി യൂസ് ഫോർ ബിസിനസ് ഈസ് ചാർജബിൾ അണ്ടർ ബിസിനസ് ഇൻകം ആൻഡ് പാർട്ട് ലെറ്റ് ഔട്ട് ഈസ് ചാർജബിൾ അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന പാർട്ട് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ലെറ്റ് ഔട്ട് ആയിട്ടുള്ള പാർട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. Next point is assessee has more than one house property and one at the option of assessee shall be treated as self-occupied and other treated as deemed let-out property. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു ഹൗസ് പ്രോപ്പർട്ടിയേക്കാൾ കൂടുതൽ അസസിക്ക് ഉണ്ടെങ്കിൽ ഒരെണ്ണം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം ഡീം ടു ലെറ്റ്-ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതും അറ്റ് ദ ഓപ്ഷൻ ഓഫ് അസസി, ഏത് പ്രോപ്പർട്ടിയാണ് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഡീം ടു ലെറ്റ്-ഔട്ട് ആയിട്ട് എടുക്കേണ്ടത് എന്ന് അസസിക്ക് തീരുമാനിക്കാം. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്കാണ് കടക്കുന്നത്. സെക്ഷൻ 26 പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോണേഴ്സ്. സോ ഇതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഷെയർ ഓഫ് ഈച്ച് കോർണർ ഓഫ് പ്രോപ്പർട്ടി ഈസ് ഡെഫിനിറ്റ് ആൻഡ് അസർട്ടനബിൾ ആൻഡ് നോട്ട് ഡെഫിനിറ്റ്. സോ അതിലെ ഫസ്റ്റ് കാറ്റഗറി ദാറ്റ് ഈസ് ഷെയർ ഓഫ് ഈച്ച് കോർണർ ഈസ് ഡെഫിനിറ്റ് ആൻഡ് അസർട്ടനബിൾ. അതിലെ മാനർ ഓഫ് കമ്പ്യൂട്ടേഷൻ ഈസ് HP income apportioned between each co-owner as per their definite share. Deduction under section 24 for interest allowed separately if property is self-occupied by each co-owner.
അപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെങ്കിലാണ് അതിനെ പ്രോപ്പർട്ടി ഓൺഡ് ബൈ കോ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ, ഈച്ച് കോ ഓണറിൻ്റെ ഷെയർ ഡെഫിനിറ്റ് ആണ്, അതായത് നമുക്ക് എത്ര ഷെയർ ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ എച്ച് പി ഇൻകം ഈസ് അപ്പോർഷൻഡ്, രണ്ട് കോ ഓണേഴ്സിൻ്റെയും ഇടയിൽ നമ്മൾ ഈ ഒരു എച്ച് പി ഇൻകം ഡിവൈഡ് ചെയ്യും ആസ് പെർ ദെയർ ഷെയർ. അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ സെക്ഷൻ 24 ഡിഡക്ഷൻ ഫോർ ഇൻട്രസ്റ്റിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് 2 lakhs or 30,000 ആസ് ദ കേസ് മേ ബി, നമ്മൾ ഓരോ കോർണറിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അതായത് ഓരോരുത്തർക്കും 2 lakhs വീതം ത്രെഷോൾഡ് ലിമിറ്റ് കിട്ടും. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഈസ് ദാറ്റ് ദ ഷെയർ ഓഫ് ഈച്ച് കോ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് നോട്ട് ഡെഫിനിറ്റ്. അപ്പോൾ നമുക്ക് ഓരോ കോ ഓണറിൻ്റെ ഷെയർ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ the income is assessed to tax in the capacity of association of persons. അതായത് ഷെയർ ഡെഫിനിറ്റ് അല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണോ AOP ടാക്സ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻകം അസസ് ചെയ്യും. ഇനി നമുക്ക് സെക്ഷൻ 27 ദാറ്റ് ഈസ് ഡീംഡ് ഓണർ ഡിസ്കസ് ചെയ്യാം. സോ ആരെയൊക്കെയാണ് ഡീംഡ് ഓണർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഈസ് assessee transfers any house property to his or her spouse or minor child other than minor married daughter for inadequate consideration. അതായത് ഒരു അസസി സ്പൗസിനോ അല്ലെങ്കിൽ മൈനർ ചൈൽഡിനോ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതിൽ മൈനർ മാരീഡ് ഡോട്ടർ ഇൻക്ലൂഡഡ് അല്ല, അതും ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ ആ ഒരു അസസീനെ ഡീംഡ് ഓണറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടി അസസീനെ തന്നെയാണ് ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡീംഡ് ഓണറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് കാറ്റഗറി ഈസ് ദ ഹോൾഡർ ഓഫ് ആൻ ഇംപാർട്ടിബിൾ എസ്റ്റേറ്റ്. ഇംപാർട്ടിബിൾ എസ്റ്റേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് HUF ഹോൾഡിംഗ് പ്രോപ്പർട്ടീസ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഓരോ പ്രോപ്പർട്ടീസും ഓരോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ പേരിലാണെങ്കിൽ കൂടി അതിൻ്റെ മെയിൻ ഹോൾഡർ, അതായത് ഈ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും മെയിൻ ഹോൾഡർ HUF ആയിരിക്കും. സോ HUF ഈസ് ട്രീറ്റഡ് ആസ് ദ ഡീംഡ് ഓണർ. The next category is persons to whom a building or part thereof is allotted or leased under a house building scheme of a society or company or association. അതായത് ഒരു സൊസൈറ്റി, കമ്പനി, അസോസിയേഷൻ്റെയൊക്കെ ഹൗസ് ബിൽഡിംഗ് സ്കീമിൻ്റെ ഭാഗമായിട്ട് ബിൽഡിങ്സ് പേഴ്സൺസിന് അലോട്ടോ ലീസോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പേഴ്സൺസൊക്കെ ഡീംഡ് ഓണേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 53A പ്രകാരം പാർട്ട് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് കാരണം ഒരു പേഴ്സണ് ഒരു ബിൽഡിങ്ങിൻ്റെ പൊസഷനോ അല്ലെങ്കിൽ ആ ഒരു റിട്ടൻഷനോ കിട്ടുകയാണെങ്കിൽ ആ ഒരു പേഴ്സണെ നമ്മൾ ഡീംഡ് ഓണറായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ഒരു പേഴ്സൺ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ലാൻഡിൻ്റെ എൻജോയ്മെൻറ്റ് റൈറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പേഴ്സണെ ഡീംഡ് ഓണറായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമെൻമെൻറ്റ് ബൈ ഫിനാൻസ് ആക്ട് 2019. ആദ്യത്തെ പ്രൊവിഷനിൽ ഒരു അസസിക്ക് മോർ ദാൻ 1 ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ 2 ഹൗസ് പ്രോപ്പർട്ടീസ് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. That is, if assessee owns 2 houses or more, he can claim annual value of any of the 2 properties as nil. ഈ ഒരു അമെൻമെൻറ്റിൽ പറയുന്നത് ഒരു അസസിക്ക് 2-2-ലധികമോ ഹൗസസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 ഹൗസ് GAV നില്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ്. സോ ഏതെങ്കിലും 2 ഹൗസ് പ്രോപ്പർട്ടീസിൻ്റെ GAV നില്ലായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ 2 ഹൗസ് പ്രോപ്പർട്ടീസും 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് the house properties are in occupation of the owner for his own residence. അതായത് ഈ 2 ഹൗസ് പ്രോപ്പർട്ടീസും ഓണർ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. And the next condition is that the 2 properties cannot be actually occupied by the owner owing to his employment, business or profession carried on at any other place and he has to reside at that other place in building not belonging to him. അതായത് ഇനി അഥവാ ഈ ഓണർക്ക് ഈ 2 പ്രോപ്പർട്ടീസിലും താമസിക്കാൻ പറ്റുന്നില്ല, കാരണം ഓണറിൻ്റെ എംപ്ലോയ്മെൻറ്റോ ബിസിനസ്സോ പ്രൊഫഷനോ വേറൊരു സ്ഥലത്താണ്. മാത്രമല്ല ആ സ്ഥലത്ത് ഓണർ താമസിക്കുന്നത് സ്വന്തമല്ലാത്ത ഒരു ബിൽഡിങ്ങിൽ ആണ് എങ്കിൽ 2 പ്രോപ്പർട്ടീസിൻ്റെയും GAV നില്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 2 പ്രോപ്പർട്ടീസ് ഒഴികെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഡീം ടു ബി ലെറ്റ് ഔട്ട് എന്ന കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യും. സോ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നല്ലപോലെ തറോ ആയിട്ട് പഠിക്കുക. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. സോ സ്റ്റഡി വെൽ ആൻഡ് പ്രിപ്പയർ വെൽ.